ക്യാമ്പിൽ കമാൻഡോ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു. വെടിയുതിർത്ത് മരണപ്പെട്ടിരുന്നു. ആ സംഭവത്തിൽ പ്രതിഷേധം ഉയർത്തുകയാണ്. സ്പെഷ്യൽ ഓപ്പറേഷൻസ് പോലീസ് ക്യാമ്പിൽ പോലീസുകാരൻ സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കിയത് ശാരീരിക ക്ഷമതാ പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് എന്നുള്ളതായിരുന്നു വിശദീകരണം, ഔദ്യോഗിക വിശദീകരണം. SOG ക്യാമ്പിലേക്കാണ് ഇപ്പോൾ മാർച്ച് നടന്നിരിക്കുന്നത്. അങ്ങനെ ഉദ്യോഗസ്ഥരുടെ പീഡനവും ലീവ് നിഷേധവുമാണ് ആത്മഹത്യക്ക് കാരണമെന്ന ആരോപണം ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് ഇപ്പോൾ അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തുകയാണല്ലോ. അതെ മാധു, പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. SOG കമാൻഡോ വിനീത് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. 2011 മുതൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥരാണ്. ഇതിനിടയിലൊക്കെ റിഫ്രഷർ കോഴ്സുകളുണ്ടാകും. ശാരീരിക ക്ഷമതാ പരീക്ഷയിലാണ്. ജീവനക്കാരെ അല്ലാതെ തന്നെ പീഡിപ്പിക്കുന്നു, അവർക്ക് വേണ്ട അവധി ദിവസങ്ങൾ പോലും നൽകുന്നില്ല എന്നടക്കമുള്ള പരാതി നേരത്തെ നിരന്തരമായി പറയപ്പെടുന്നുണ്ട്. അവസാനമായി മരിച്ച ഈ കമാൻഡോ അയച്ച സന്ദേശമൊക്കെ തന്നെ വലിയ വിവാദങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഇടയാക്കിയിരുന്നു. അങ്ങനെ ഭാര്യ ഗർഭിണിയാണ്, ആ സമയത്ത് പോലും വീട്ടിലേക്ക് പോകാൻ അവധിയോ മറ്റോ അനുവദിക്കുന്നില്ല എന്നടക്കമുള്ള പരാതി ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. അങ്ങനെ അമിത ജോലി ജീവനക്കാരെ ഏൽപ്പിക്കുന്ന അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത് യൂത്ത് കോൺഗ്രസ്. അരുൺ, വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരും. അരുൺ, WSO അടക്കമുള്ള നേതാക്കൾ അവിടെയുണ്ട്. വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. പോലീസിന് അവരെ അവിടെ നിന്ന് മാറ്റാൻ സാധിക്കുന്നുണ്ടോ? അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്ത് നേരത്തെയും ആരോപണ വിധേയനായിരുന്നു. ഈ അജിത്തിനെതിരെ നടപടി വേണമെന്നാണ് ഈ പ്രവർത്തകർ നടത്തുന്ന പ്രധാന ആവശ്യം. ഈ പ്രവർത്തകരെ മാറ്റാൻ പോലീസ് ഏറെ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം അധികം പ്രവർത്തകർ ഇവിടെയുണ്ട്. പോലീസ് ആദ്യം 4 പ്രവർത്തകരാണ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അതിനിടെ ഈ ബാരിക്കേഡ് നീക്കി അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തി. ഇപ്പോൾ ഇതിനെ ഓരോന്നായി പോലീസ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ SOG കമാൻഡോ വിനീത് മെനിയാനാണ് ഈ AK-47 തോക്കിൽ നിന്ന് നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തത്. പിന്നാലെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് ഉൾപ്പെടെ ലഭിക്കുന്നതിനുള്ള അവധി ഉൾപ്പെടെ ആത്മഹത്യയാണെന്നുള്ള ആരോപണമാണ് ആദ്യം നടന്നത്. എന്നാൽ പോലീസ് വിശദീകരിക്കുന്ന ഈ റിഫ്രഷർ കോഴ്സിനിടെ ഉണ്ടായ ഒരു മാനസിക പ്രയാസം വിനീത് ഉണ്ടായിരുന്നെന്ന് ശരിവെക്കുന്ന തരത്തിലായിരുന്നു മലപ്പുറം SP ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത്. അതായത് റിഫ്രഷർ കോഴ്സിൽ 25 മിനിറ്റ് കൊണ്ട് 5 കിലോമീറ്റർ ദൂരം പിന്നിടണം. അതിൽ 30 സെക്കൻഡ് വിനീത് വൈകി. അതിനാലാണ് റിഫ്രഷർ കോഴ്സ് വീണ്ടും വിനീതിന് അടുത്ത ബാച്ചിൽ കൂടി റിഫ്രഷർ കോഴ്സിൽ വീണ്ടും ചെയ്യേണ്ടി വന്നിരുന്നത്. അതിലുണ്ടായിരുന്ന ഒരു മാനസിക പ്രയാസം വിനീതിനുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇന്നലെ വ്യക്തമാക്കിയത്. അപ്പോൾ അതിലും ഉപരി ഈ അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്ത് ഉൾപ്പെടെ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരുണ്ട്. ഇവർക്കെതിരെ കൂടി ആരോപണം ഉയർത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതിഷേധം ഏറ്റെടുത്തിരിക്കുന്നത്. പോലീസിനെതിരെ ഇത്തരത്തിലൊരു ആയുധമാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് എന്തായാലും ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത്. DCC പ്രസിഡന്റ് VS ജോയുടെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ SOG ക്യാമ്പിലേക്ക് മാർച്ച് നടത്തിയത്. ഇപ്പോൾ പ്രവർത്തകർ ഇവിടെ നിന്ന് തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ നൽകിയത്. ശക്തമായ പ്രതിഷേധമാണ് കമാൻഡോയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ ബലപ്രയോഗം നടത്തുന്നുണ്ട്. അവിടുന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ സംഘർഷത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്.